നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയത്ത് രേഖകളില്ലാത്ത 32 ലക്ഷം രൂപ പിടികൂടി. മഹാരാഷ്ട്ര സ്വദേശി പിടികൂടിയത് ട്രെയിൻ മാർഗം കടത്തിയ പണം. വടവാതൂർ ESI ആശുപത്രിയുടെ വികസനത്തിന് പദ്ധതി തയ്യാറാക്കുമെന്ന് കെ ഫ്രാൻസിസ് ജോർജ് MP. ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ നടപ്പാക്കും. MP ESI ആശുപത്രി സന്ദർശിച്ചു. മാനദണ്ഡം അട്ടിമറിച്ച് സ്ഥലം മാറ്റം. കോട്ടയത്ത് NGO യൂണിയൻ പ്രതിഷേധിച്ചു. ADM-നെ ഉപരോധിച്ചു. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഈ മാസം 27 മുതൽ കടകളടച്ച സമരം. വേതന വർധന നടപ്പാക്കണമെന്നാവശ്യം. വാർത്തകൾ വിശദമായി. കോട്ടയത്ത് 32 ലക്ഷം രൂപയുടെ ഹവാല പണം പിടികൂടി. മഹാരാഷ്ട്ര സ്വദേശി പ്രശാന്ത് ശിവജിയുടെ പക്കൽ നിന്നുമാണ് രേഖകളില്ലാത്ത 32 ലക്ഷം രൂപ റെയിൽവേ പോലീസ് പിടികൂടിയത്. ബാഗിനുള്ളിൽ പേപ്പറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പണം. ട്രെയിൻ മാർഗം കടത്തുകയായിരുന്ന 32 ലക്ഷം രൂപയുടെ ഹവാല പണം പിടികൂടി. കോട്ടയം റെയിൽവേ പോലീസും എക്സൈസും RPF-ഉം ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മഹാരാഷ്ട്ര സ്വദേശി പ്രശാന്ത് ശിവാജിയിൽ നിന്നും രേഖകളില്ലാത്ത 32 ലക്ഷം രൂപ കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ട് കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പണവുമായി പിടികൂടിയത്. ബാഗിനുള്ളിൽ പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ 500 രൂപയുടെ കെട്ടുകളായിട്ടാണ് പണം സൂക്ഷിച്ചിരുന്നത്. പിടികൂടിയ പ്രതിയെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വിവരമറിയിക്കുകയും തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് പ്രതിയെ കൈമാറുകയും ചെയ്തു. കള്ളപ്പണത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഹവാല പണമായതിനാൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത പണം ഇന്ന് രാവിലെ SBIക്ക് കൈമാറി. നോട്ട് കള്ളനോട്ടാണോ എന്ന് പരിശോധിച്ച് ബാങ്ക് അധികൃതർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും തുടർ നടപടികൾ. ഇതിനുശേഷം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പണം ഹാജരാക്കുകയും തുടർന്ന് ട്രഷറിയിൽ അടയ്ക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥർ രാജേന്ദ്രൻ, കോട്ടയം റെയിൽവേ SI റെജി P. ജോസഫ്, RPF SI റൂബി, RPF ഇന്റലിജൻസ് ടീം എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വടവാതൂർ ESI ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്ന് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP. വടവാതൂർ ESI ആശുപത്രി സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. വടവാതൂർ ESI ആശുപത്രിയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രിക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്ന് MP അറിയിച്ചു. 1,50,000-ഓളം ഗുണഭോക്താക്കളും 11 ഡിസ്പെൻസറികളും ഉള്ള ആശുപത്രിയിൽ അടിസ്ഥാന വികസന രംഗത്ത് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെയാണ് അടിയന്തരമായിട്ട് നമുക്ക് നടക്കില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ആശുപത്രിയിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് കൂടുതലായിട്ട് വേണം. 2 ലോങ് ടൈമിൽ നമ്മുടെ ഒരു പ്ലാനിങ് ഉണ്ട്. കൂടുതൽ ബിൽഡിംഗ് സൗകര്യങ്ങൾ വേണം. എന്തൊക്കെയാണ് നമ്മൾ വികസനം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചുരുക്കി പെട്ടെന്ന് പറയുന്നത്. വളരെ അനുകൂലമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡൽഹിയിൽ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അശോക് കുമാർ സിംഗ് IAS പുതുതായിട്ട് എന്തെങ്കിലും ചുമതലയെടുത്താണ്. നമ്മുടെ കേരള കേഡറിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ആവശ്യമായ ഡോക്ടർമാർ, നഴ്സുമാർ, വിവിധ ടെക്നീഷ്യന്മാർ എന്നിവരെ നിയമിക്കുക, ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുക, കീമോ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക, സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ പുതുക്കി പണിയുക, ആംബുലൻസ് സർവീസ് തുടങ്ങുക എന്നീ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ഫ്രാൻസിസ് ജോർജ് MPക്ക് നൽകിയ നിവേദനത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ CS അജിത ആവശ്യപ്പെട്ടു. വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി ജോൺ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ CS അജിത, RMO ഡോക്ടർ ടിബിൻ തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു P. ജോസഫ്, കുര്യൻ വർക്കി, ആശുപത്രി വികസന സമിതി അംഗങ്ങളായ ആർപ്പുക്കര തങ്കച്ചൻ, CK സ്കറിയ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ മാനദണ്ഡം അട്ടിമറിച്ച് സ്ഥലം മാറ്റം നടക്കുന്നുവെന്ന ആരോപണവുമായി NGO യൂണിയൻ. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോട്ടയം ADM-നെ പ്രവർത്തകർ ഉപരോധിച്ചു. കോട്ടയം ജില്ലയിൽ മാനദണ്ഡം പാലിക്കാതെ നടത്തിയ സ്ഥലം മാറ്റങ്ങൾ റദ്ദു ചെയ്യണമെന്ന് NGO യൂണിയൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് കോട്ടയം കളക്ടറേറ്റ് ADM-നെ ഉപരോധിച്ചു.
കോട്ടയം ജില്ലയിലെ 2 വില്ലേജ് ഓഫീസർമാരെ മാനദണ്ഡം അട്ടിമറിച്ച് സ്ഥലം മാറ്റിയെന്നാണ് ആരോപണം. HRMS അട്ടിമറിച്ച് സ്ഥലം മാറ്റം നടത്തി ജീവനക്കാരെ ദ്രോഹിക്കുകയാണ് ജോയിന്റ് കൗൺസിലെന്ന് NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിൽകുമാർ ആരോപിച്ചു. വിരുദ്ധമായ സ്ഥലമാറ്റങ്ങൾക്കെതിരെയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുന്നത്. 4/1/2025 ADMന്റെ ചാർജ് വഹിക്കുന്ന ഉന്നത ആൾ കോട്ടയം ജില്ലയിൽ ഏറ്റവും ജൂനിയറായി വന്ന ജെന്നിത്തയിൽ എന്ന് പറയുന്ന ആളെ വടയാർ വില്ലേജ് ഓഫീസിൽ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി. ആ ഉത്തരവിനെതിരെയും ദയാദീപി എന്ന് പറയുന്ന കോട്ടയം താലൂക്ക് ജോലി ചെയ്യുന്ന സീനിയർ ക്ലർക്കിനെ റിസർവ് ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയതിനെതിരെയാണ് ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. റവന്യൂ വകുപ്പിൽ HRMS മാനദണ്ഡപ്രകാരമാണ് സ്ഥലമാറ്റം നടത്തേണ്ടത്. അതിന് വിരുദ്ധമായി സ്ഥലമാറ്റങ്ങൾ നടന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിനെതിരെയാണ് CPM നേതൃത്വം നൽകുന്ന NGO യൂണിയൻ സമരം നടത്തിയത്. ജോയിന്റ് കൗൺസിലിന്റെ പകപോക്കൽ നടത്തുകയാണെന്ന് NGO യൂണിയൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും ഈ മാസം 27 മുതൽ കടകൾ അടച്ച് സമരം നടത്തുമെന്ന് വിവിധ റേഷൻ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. 7 വർഷമായി വേതന വർധന നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സമരത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം 27 രാവിലെ 10 മണിക്ക് കാഞ്ഞിരപ്പള്ളി സിവിൽ സ്റ്റേഷന് മുന്നിൽ KREU സംസ്ഥാന സമിതി അംഗം P. ഇർഷാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികളായ സാബു ബി നായർ, PM സലീം, CS ഇല്യാസ്, ഔസേപ്പച്ചൻ മണിമല, സച്ചിൻ മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ജീവിത ചെലവുകളും വർദ്ധിച്ച സാഹചര്യത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള വർധനവ് ഇല്ലാത്ത സാഹചര്യത്തിൽ സമരമല്ലാതെ ഒരു മാർഗവും ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങളെ സംബന്ധിച്ച് മിനിമം വേതനം 18,000 പറയുന്നുണ്ടെങ്കിലും 8,500 രൂപ ആണ് ഞങ്ങൾക്ക് സപ്പോർട്ടിംഗ് പേയ്മെൻറ്റ്. പിന്നെ വിൽപ്പനയ്ക്കനുസരിച്ച് 45 കിൻഡൽ വിറ്റെങ്കിൽ മാത്രമേ ഈ 18,000 രൂപ കിട്ടുള്ളൂ. ഈ 18,000 രൂപ കിട്ടിയാൽ കടയിലൊരു സെയിൽസ്മാനുണ്ട്, കടവാടകയുണ്ട്, കറണ്ട് ചാർജ്, മറ്റുള്ള എല്ലാ ചിലവുകളും ഈ 18,000 രൂപയിൽ നിന്ന് ഞങ്ങൾ മുടക്കേണ്ട സാഹചര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് വളരെയധികം ബുദ്ധിമുട്ട്, ജീവിത ചിലവുകളെല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത് ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനൊരു സമരം നിരന്തരമായിട്ട് ഗവൺമെൻറ്റിൽ 4 സംഘടനകളും പ്രത്യേകം ഗവൺമെൻറ്റിനെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും എന്നാൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് യാതൊരുവിധ അനുകൂല നിലപാടും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ വേതന വർധനവ് ഇപ്പോഴത്തെ സാമ്പത്തിക പരിസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉജ്ജീവനം പദ്ധതി പ്രകാരം അതിദരിദ്ര പട്ടികയിൽപ്പെട്ട മഹാലിംഗത്തിന് ഉപജീവന മാർഗം ഉണ്ടാക്കി നൽകി. ഒരു കടയും സാധനങ്ങളും നൽകുകയും പൗരത്വ രേഖ കൈമാറുകയും ചെയ്തു. പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉജ്ജീവനം പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീ ജില്ലാ മിഷൻ ഉജ്ജീവനം പദ്ധതിയുടെ ഭാഗമായി അതിദരിദ്ര പട്ടികയിലുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി 50,000 രൂപ സൗജന്യമായി നൽകിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാമ്പാടി പഞ്ചായത്ത് 17ാം വാർഡിലുള്ള മഹാലിംഗത്തിന് ഒരു കടയും സാധനങ്ങളും സൗജന്യമായി നൽകി. പാമ്പാടി കാളച്ചന്തയിൽ നടന്ന ചടങ്ങിൽ സംരംഭത്തിന്റെ ഉദ്ഘാടനം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KM രാധാകൃഷ്ണൻ നിർവഹിച്ചു. 2011-16 ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 300 സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ തുടക്കം കുറിച്ചതെങ്കിൽ ഈ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് 5,600 സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കം കുറിക്കാനും 60,000-ലധികം വരുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുവാനും കഴിയുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ ജീവിത നിലവാരവും തൊഴിൽ മേഖലയും സാമ്പത്തിക മേഖലയും വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് പോലും അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും സാഹചര്യവും നിലനിൽക്കുമ്പോൾ കേരളത്തിൽ അത് കൃത്യമായി കണ്ടെത്തി അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ഗവൺമെന്റ് കഴിയുന്നു എന്ന് പറയാൻ ചെറുതല്ല. ഇതോടൊപ്പം മറ്റ് രേഖകൾ ഒന്നുമില്ലാത്ത മഹാലിംഗത്തിന് റേഷൻ കാർഡും ആധാർ കാർഡും അടക്കമുള്ള രേഖകൾ ജില്ലാ സഹകരണ ആശുപത്രി ഡയറക്ടർ ES സാബു കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ് അധ്യക്ഷയായി. കുടുംബശ്രീ ചെയർപേഴ്സൺ ലിസി ജോൺ, വൈസ് പ്രസിഡന്റ് P. ഹരികുമാർ, സാബു M. എബ്രഹാം, വാർഡ് മെമ്പർ ഷിബു കുഴിയിടത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.
സദ്ഗമയ 25 ഏഞ്ചൽസ് എബിലിറ്റി ഫെസ്റ്റിന് വാഴൂരിൽ തുടക്കമായി. ഇതിന്റെ ഭാഗമായി നടന്ന എബിലിറ്റി എക്സ്പോ പ്രദർശനം ശ്രദ്ധ നേടി. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിനായുള്ള സംസ്ഥാനതല ഭിന്നശേഷി മികവുത്സവം സദ്ഗമയ 25 ഏഞ്ചൽസ് എബിലിറ്റി ഫെസ്റ്റിന് വാഴൂർ ചെങ്കൽ ഏഞ്ചൽസ് വില്ലേജിൽ തുടക്കമായി. ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന എബിലിറ്റി എക്സ്പോ പ്രദർശനം ശ്രദ്ധ നേടി. ഒരു ഭ്രൂണത്തിന്റെ വളർച്ച, ആരോഗ്യകരമായ കുടുംബം, തലച്ചോറിന്റെ ഘടന, കുട്ടികളിലെ വൈകല്യങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള മാർഗങ്ങൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാം എന്നിവയെല്ലാം പ്രദർശനത്തിലുണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അതിൽ ബോധവൽക്കരണം നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് ഡോക്ടർ ജിനോ പറഞ്ഞു. നമ്മുടെ ടെക്നോളജിയിലോ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ടെക്നോളജി സ്കെയിലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ എക്സെപ്ഷണൽ ലേണിങ്ങിനെ പോലെ പല കമ്പനികളും ഒരുമിച്ച് നിൽക്കണം. ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ തന്നെ പോയാലേ ഉള്ളൂ ഇതെല്ലാം നമുക്ക് ബെറ്റർമെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കുറേ പേര് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരും അവിടെ ഇവിടെ നിൽക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു സമൂഹത്തിനെ രക്ഷപ്പെടുത്തുവാണെങ്കിൽ ഈ ഫാദർ റോയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് അവരെ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ അതൊരു അവയർനെസ് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ എക്സിബിഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് എല്ലായിടത്തും മാക്സിമം റീച്ച് ചെയ്യണം. എല്ലാവരും സഹകരിക്കുക, വന്ന് കാണുക. നിങ്ങളുടെ വിലയേറിയ നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ CSR ഫണ്ടും ഇതിന് സ്കെയിലപ്പ് ചെയ്യണ നല്ലപോലെ ഫണ്ട് വേണം. അതിന് NGOയും എല്ലാവരും വരണം. ഇപ്പം എറണാകുളത്തുള്ള ഒരു സഹൃദയ ഫാദർ ജോസ് എന്ന് പറയുന്ന അച്ഛൻ ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി സഹകരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ വി കെയർ എന്ന് പറഞ്ഞ കാഞ്ഞിരപ്പള്ളി അവരുടെ NGO സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതുപോലെ അമേരിക്കയിലുള്ള ഒരു കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന കമ്പനിയും അതിലേക്ക് ഒത്തിരി ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒന്ന് സഹായിച്ചാൽ നമുക്ക് ഈ കേരളത്തിലെ 300 സ്കൂളല്ല അതിന് മുകളിലുള്ള സ്കൂളിലെ പിള്ളേരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വെള്ളിയാഴ്ച വൈകിട്ട് നക്ഷത്രസന്ധ്യയും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പരിവർത്തന സമ്മേളനവും നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതിയെ താൻ പിന്തുണയ്ക്കുമെന്ന പ്രചരണങ്ങളെ തള്ളി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP. വഖഫ് വിഷയത്തിൽ ഇന്ത്യ മുന്നണിയുടെ നിലപാട് തന്നെയാണ് തനിക്കുള്ളതെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. മുനമ്പം വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ താൻ പറഞ്ഞത് ചിലർ വളച്ചൊടിച്ചതാണെന്നും ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ഞാൻ ഈ കാര്യത്തിൽ പാർലമെൻറ്റിൽ ഈ ബില്ലിന് ചർച്ച വരുമ്പോൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യും, BJPയെ പിന്തുണയ്ക്കും, ബില്ലിനെ അപ്പാടെ പിന്തുണയ്ക്കും, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിവിടെ എല്ലാവരും പറയുന്നതാണ്. മുനമ്പത്തെ ജനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ, ഭൂമി സംബന്ധിച്ച അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് എല്ലാവരും, UDFൻ്റെ എല്ലാ നേതാക്കന്മാരും, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പാണക്കാട് ആദരണീയനായ പാണക്കാട് തങ്ങൾ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ശ്രീ PJ ജോസഫ്, മറ്റ് UDFൻ്റെ നേതാക്കന്മാർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു കോൺട്രവേഴ്സിയുടെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനീ പറഞ്ഞത്. ഭാവിയിൽ ഇങ്ങനെയുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ഈ 2 വ്യവസ്ഥകൾ വരുന്നത് എന്താണെങ്കിലും ഒരു നിയമനിർമ്മാണം, നിയമ ഭേദഗതി വരുന്നു. അപ്പോൾ അത് പാസ്സാവില്ലെന്നുള്ള വേറെ പ്രശ്നം. നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയാൽ ഈ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അതിന് വേറെ രീതിയിലുള്ള വിശദീകരണങ്ങളോ ഇൻ്റർപ്രിട്ടേഷനോ കൊടുക്കുന്നത് തികച്ചും നിർഭാഗ്യകരമാണ്. അഖില കേരള നാടൻ പന്തുകളി മത്സര പരമ്പര വെള്ളൂർ ലോകകപ്പ് സീസൺ 3 ഞായറാഴ്ച വെള്ളൂരിൽ തുടക്കമാകും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 32 ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. നാടൻ പന്തുകളിയുടെ ഈറ്റില്ലമായ വെള്ളൂർ വീണ്ടും ഒരു അഖില കേരള നാടൻ പന്തുകളി മത്സര പരമ്പരയ്ക്ക് ഒരുങ്ങുന്നു. ഈ മാസം 26 മുതൽ വെള്ളൂർ PTM സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പന്തുകളി മത്സരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 32 ടീമുകൾ മാറ്റുരയ്ക്കും. വെള്ളൂർ നേറ്റീവ് ബോൾ ഫ്രണ്ട്സ് ക്ലബ്ബും കേരള നേറ്റീവ് ബോൾ ഫെഡറേഷനും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സരത്തിൽ വിജയികളാകുന്ന ടീമിന് ലോകകപ്പ് മാതൃകയിലുള്ള സണ്ണി ഞാറയ്ക്കൽ മെമ്മോറിയൽ ട്രോഫിയും 50,000 രൂപയുമാണ് സമ്മാനം. 2ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 25,000 രൂപയും വലിയ വീട്ടിൽ കരുണാകരൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയുമാണ് സമ്മാനം. 3ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 5,000 രൂപയും ജിഹാൻ എബ്രഹാം വർഗീസ് പായിപ്ര മെമ്മോറിയൽ ട്രോഫിയും ലഭിക്കും. കഴിഞ്ഞ 2 സീസണുകളിലും ഫ്ലഡ് ലൈറ്റിൽ മത്സരം സംഘടിപ്പിച്ചെന്ന ചരിത്ര നേട്ടവും സംഘാടകരായ വെള്ളൂർ നേറ്റീവ് ബോൾ ഫ്രണ്ട്സ് ക്ലബിന് സ്വന്തം. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.
നിയമസഭാ സ്പീക്കറായിരുന്ന RV തോമസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ RV തോമസ് പുരസ്കാരം പ്രമുഖ ചരിത്രകാരൻ ജോൺ കച്ചിറമറ്റത്തിന് സമ്മാനിച്ചു. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പുരസ്കാരം സമ്മാനിച്ചു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന RV തോമസിന്റെ സ്മരണാർത്ഥം സംശുദ്ധ പൊതുപ്രവർത്തനത്തിന് RV സ്മാരക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള RV തോമസ് പുരസ്കാരം സമ്മാനിച്ചു. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രമുഖ ചരിത്രകാരനും കാൽനൂറ്റാണ്ടുകാലം കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന ജോൺ കച്ചിറമറ്റത്തിന് പുരസ്കാരം സമ്മാനിച്ചു. പൊതുപ്രവർത്തക രംഗത്ത് നവോന്മേഷം പകരാൻ RV എന്ന രണ്ടക്ഷരത്തിന് കഴിയുമെന്നും സംശുദ്ധമായ രാഷ്ട്രീയവും ആത്മീയവും ധാർമ്മികതയും ജീവിതത്തിന്റെ അടിവേരുകളായി സ്വീകരിച്ച് അദ്ദേഹം പകർന്നു നൽകിയ മൂല്യങ്ങൾക്ക് മരണമില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. ഞാൻ പലതവണ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, RV സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഒഴുക്കാണ്. അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ല. അത് തെളിനീരാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ ഒഴുകേണ്ട ഒരു ഉറവയാണ്. RV തോമസിന്റെ 70ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പാലാ നെല്ലിയാൻ ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനത്തിന് RV സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ സുരേഖ് തോമസ് അധ്യക്ഷത വഹിച്ചു. KPCC മുൻ അധ്യക്ഷൻ K മുരളീധരൻ RV തോമസ് പ്രഭാഷണവും രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ മുഖ്യപ്രഭാഷണവും നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ മരിയ സദനത്തിന്റെ ഓൾഡ് ഏജ് ഹോം പ്രൊജക്റ്റായ തല ചായ്ക്കാൻ ഒരിടത്തിന്റെ 2ാമത്തെ ഹോമിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. ഇടപ്പാടി സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ അഗസ്റ്റിൻ കച്ചിറമറ്റം തറക്കല്ലിടൽ നിർവഹിച്ചു. ഇടപ്പാടിയിൽ മച്ചിയാനിക്കൽ തോമസ് മരിയ സദനത്തിലേക്ക് സംഭാവനയായി നൽകിയ സ്ഥലത്താണ് ഹോം നിർമ്മിക്കുന്നത്. അറിയിപ്പ്: കോട്ടയം കടപ്ലാമറ്റം പഞ്ചായത്ത് പരിധിയിലെ വയല സാംസ്കാരിക നിലയത്തോടനുബന്ധിച്ചുള്ള വനിതാ ഫിറ്റ്നസ് സെന്ററിലേക്ക് ജിം ഫിറ്റ്നസ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഫെബ്രുവരി 4 ഉച്ചയ്ക്ക് 2 മണി വരെ കോടയിൽ പ്രവർത്തിക്കുന്ന ഉഴവൂർ ICDS പ്രോജക്ട് കാര്യാലയത്തിൽ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 9446120515. +2 വിജയിച്ച തൊഴിലന്വേഷകർക്ക് കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അസാപ് കേരളയും തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയും ചേർന്ന് തൊഴിൽ പരിശീലനം നൽകുന്നു. പ്രായപരിധി 18നും 45 വയസ്സിനും ഇടയിൽ. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടും ലഭിക്കും. അവസാന തീയതി ജനുവരി 24. വിവരങ്ങൾക്ക് ഫോൺ 9495999688. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കോട്ടയം മോഡൽ കരിയർ സെന്ററും അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ സഹകരണത്തോടെ പ്രയുക്തി 2024 തൊഴിൽ മേള നടത്തും. ശനിയാഴ്ച കോളേജ് ക്യാമ്പസിൽ നടത്തുന്ന മേളയിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. പാരാമെഡിക്കൽ, ഓട്ടോമൊബൈൽ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ വിവിധ മേഖലയിൽ 27 പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. വിവരങ്ങൾക്ക് ഫോൺ 0481256345. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയത്ത് രേഖകളില്ലാത്ത 32 ലക്ഷം രൂപ പിടികൂടി. മഹാരാഷ്ട്ര സ്വദേശി പിടികൂടിയത് ട്രെയിൻ മാർഗം കടത്തിയ പണം. വടവാതൂർ ESI ആശുപത്രിയുടെ വികസനത്തിന് പദ്ധതി തയ്യാറാക്കുമെന്ന് K ഫ്രാൻസിസ് ജോർജ് MP. ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ നടപ്പാക്കും. MP ESI ആശുപത്രി സന്ദർശിച്ചു. മാനദണ്ഡം അട്ടിമറിച്ച് സ്ഥലം മാറ്റം. കോട്ടയത്ത് NGO യൂണിയൻ പ്രതിഷേധിച്ചു. ADM-നെ ഉപരോധിച്ചു. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഈ മാസം 27 മുതൽ കടകളടച്ച സമരം വേതന വർധന നടപ്പാക്കണമെന്നാവശ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.